Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സില് യൂണിറ്റ് എനിക്ക് തോന്നുന്നു ചാപ്റ്റർ 2 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ അല്ലെ, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. നിങ്ങളുടെ മൺഡേ ആണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ റിവിഷൻ ഞാൻ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ മൺഡേ എന്നുള്ളത് ഫ്രൈഡേക്ക് നോക്കിയാൽ മതി കേട്ടോ. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനെ കുറിച്ച് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഫ്രൈഡേക്ക് നോക്കിയാൽ മതി. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന പുതിയൊരു ചാപ്റ്റർ ആണ് ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ചാപ്റ്റർ 4 ആണ് ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്, പേജ് നമ്പർ 79. ചെറിയ ചാപ്റ്റർ ആണ്, സിമ്പിൾ ആണ്. ഷെയർ ചെയ്യട്ടെ ഇമേജ്. എന്താണ് ടാലന്റ് മാനേജ്മെന്റ്? നമ്മുടെ കമ്പനിയിലുള്ള ഇത്തിരി ഓളെത്തി പറയാവോ? സൗണ്ട് കുറവാണോ? കുറവാ മിസ്സേ. വോയിസ് കുറവാണോ? ഇപ്പൊ ഓക്കെ ആണോ? നോക്കി, ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ അല്ലേ? സോറി, സിസ്റ്റത്തിന്റെ വോയിസ് കുറവായിരുന്നേ. ഓക്കെ, ടാലന്റ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റലിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ്. നമുക്കറിയാമല്ലോ, എല്ലാ വ്യക്തികൾക്കും ഡിഫറെന്റ് ടാലന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആ ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സണ് പ്രോപ്പർ ആയിട്ട് നമ്മൾ ആ ജോബ് അസൈൻ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ വർക്ക് നല്ല എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് നമ്മുടെ എയിംസ് നമുക്ക് കറക്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യണം? ടാലന്റ് കണ്ടെത്തണം. ഫസ്റ്റ് ടാലന്റ് ഐഡന്റിഫൈ ചെയ്യണം. ആ ടാലന്റഡ് പേഴ്സൺസിന് ആ വർക്ക് ആ ഒരു ജോബ് ചെയ്യാനായിട്ട് ഏത് പേഴ്സൺ ആയിരിക്കും ടാലന്റഡ് എന്ന് കണ്ടെത്തുക. അവർക്ക് ടാലന്റഡ് ആയിട്ടുള്ള ജോബ്സിന് അത് അസൈൻ ചെയ്ത് കൊടുക്കുക. ടാലന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ ആവശ്യങ്ങൾ, നമുക്കൊരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള ഒരു കഴിവ്. നമ്മൾ പറയില്ലേ ആ കുട്ടി നല്ല ടാലന്റഡ് ആണ്, ആ കുട്ടി നല്ല ടാലന്റ് ഉള്ള കുട്ടിയാണെന്നൊക്കെ പറയില്ലേ. അവർക്ക് ആ ഒരു കാര്യം പെർഫോം ചെയ്യാനുള്ള കഴിവിനെയാണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു വ്യക്തി നന്നായിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് സംസാരിക്കുന്നതിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിലും ക്ലിയർ ആയിട്ട് മനസ്സിലാവാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ലീഡർഷിപ്പ് ടാലന്റ് ഉണ്ട്, നല്ല കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ടു മോട്ടിവേറ്റ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവും. ചില വ്യക്തികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. സോ അങ്ങനെ നമ്മൾ അവരെ ടാലന്റ് ഐഡന്റിഫൈ ചെയ്യും. അവർ കറക്റ്റ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യാൻ പറ്റും? അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ടാലന്റ് മാനേജ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ സ്കിൽഡ് അല്ലെങ്കിൽ സ്കിൽസ് ഓഫ് ദ വർക്കേഴ്സ് ആണ്. നമ്മുടെ വർക്കേഴ്സിന്റെ സ്കിൽസ് ആണ്. ഓരോ എംപ്ലോയീസ് ഇൻഡിവിജ്വലി ഡിഫറെന്റ് പേഴ്സൺസ് ആണ്. നമുക്കറിയാലോ, എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഗീതുവിന്റെ ടാലന്റ് ആയിരിക്കില്ല ഗ്രീഷ്മയ്ക്കുള്ളത്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. വേരീസ് ടു ഈച്ച് അതർ. ഓരോ വ്യക്തിനനുസരിച്ച് അവരുടെ ടാലന്റ്സ് ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോ വ്യക്തികൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ടാലന്റ് ആണ്. അത് നമ്മളുടെ ഓർഗനൈസേഷൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതുവഴി നമ്മുടെ ഓർഗനൈസേഷന് പ്രോഫിറ്റ് കണ്ടെത്താനുള്ളതാണ് നമ്മൾ HR മാനേജേഴ്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് എന്താണ്? ഓരോ വ്യക്തിയുടെയും ടാലന്റ് എന്ത് ചെയ്യാം? പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം. അതിന് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ കമ്പനിയിലേക്ക് ടാലന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യണം. അട്രാക്ടിങ് ടാലന്റഡ് എംപ്ലോയീസ് ടു നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് അട്രാക്ട് ചെയ്യണം. അവർ നമ്മുടെ ഓർഗനൈസേഷൻ നമ്മളോടൊപ്പം വർക്ക് ചെയ്യാൻ അവരെ അട്രാക്ട് ചെയ്യാണ് ഫസ്റ്റ് വേണ്ടത്. ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ കഴിവുകളാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഒരു കമ്പനിയുടെ നല്ല രീതിയിലുള്ള നടത്തിപ്പ് അല്ലെങ്കിൽ നല്ല പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ അത് എഫക്റ്റീവ്ലി റൺ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കമ്പനിയിലുള്ള എംപ്ലോയീസിനെ ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഓരോ എംപ്ലോയീസിന്റെയും കഴിവ് തിരിച്ചറിഞ്ഞ് അവർക്ക് ഏത് ജോബാണോ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ജോബ് അവർക്ക് അസൈൻ ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആ ഓരോ വ്യക്തിയുടെയും ടാലൻസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു വ്യക്തിക്ക് നല്ല കഴിവുള്ള വ്യക്തിയാണ്, പക്ഷെ നമ്മൾ ആ കഴിവിനനുസരിച്ച് ജോബ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ടാലന്റ് അവിടെ എന്ത് ചെയ്യാണ്? റീറ്റെയിൻ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആണ്. സോ നമുക്കൊരു യൂസും ആ ടാലന്റിനോടും ഇല്ല. അപ്പൊ നമ്മള് മാനേജേഴ്സ് എന്ത് ചെയ്യണം? ഓരോ വ്യക്തികളുടെ കഴിവുകളും തിരിച്ചറിഞ്ഞ് പ്രോപ്പർ ആയിട്ട് ആ ടാലന്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് മാനേജ് ചെയ്യണം. നോക്കാം കേട്ടോ. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്നാണ്. ചാപ്റ്റർ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പറയുന്ന ടാലന്റ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്.
പിന്നെ കോമ്പൻസേഷൻ മാനേജ്മെന്റിനെ കുറിച്ചാണ്. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം അല്ലെങ്കിൽ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ സാലറി ഒരു എക്സ്ട്രാ എനി അതർ ബെനിഫിറ്റ്സ് ആവാം. അപ്പൊ ടാലന്റ് മാനേജ്മെന്റിനെ കുറിച്ചാണ് ആദ്യത്തെ കുറച്ച് ഭാഗം നമുക്ക് ഡീൽ ചെയ്യുന്നത്. ടാലന്റ് മാനേജ്മെന്റ് ഇൻഡിക്കേറ്റ് ദ സ്കിൽ ഓഫ് അട്രാക്ടിങ് ഹൈലി സ്കിൽഡ് വർക്കേഴ്സ്. ടാലന്റ് മാനേജ്മെന്റ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ എന്ത് ചെയ്യണം? അട്രാക്ട് ചെയ്യണം. ഇന്റഗ്രേറ്റിംഗ് ദ ന്യൂ വർക്കേഴ്സ്, അവരെല്ലാവരും ഒരുമിച്ച് ന്യൂ വർക്കേഴ്സിനെ ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കണം. ആൻഡ് ഇംപ്രൂവിംഗ് ആൻഡ് റീറ്റെയിനിങ് കറന്റ് വർക്കേഴ്സ്, നമ്മള് പുതിയ എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നത്? അട്രാക്ട് മാത്രമല്ല ചെയ്യേണ്ടത്, നമ്മുടെ സ്ഥാപനത്തിൽ ഇത്രയും നാൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടല്ലോ, അവർ നമ്മുടെ എന്താണ് സ്ഥാപനത്തിൽ റീറ്റെയിൻ ചെയ്യണം. റീറ്റെയിനിങ് ദ കറന്റ് വർക്കേഴ്സ് ടു മീറ്റ്, എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കറന്റ് ഫ്യൂച്ചർ ആയിട്ടുള്ള ഭാവിയിൽ വരാനിരിക്കുന്ന ബിസിനസ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ് ചെയ്യുന്നത്. ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ നമ്മൾ സ്ഥാപനത്തിലേക്ക് എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുക. അതുവഴി നമ്മൾ നമ്മുടെ ന്യൂ വർക്കേഴ്സിനെ നല്ല രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് എക്സിസ്റ്റിംഗ് വർക്കേഴ്സിനെയും നല്ല രീതിയിൽ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് മാക്സിമം അവർ യൂസ് ചെയ്യാം. അവർ ഓരോരുത്തരുടെയും ടാലന്റ് മാക്സിമം യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ കമ്പനിയുടെ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യാം? അച്ചീവ് ചെയ്യാം. നമ്മുടെ കമ്പനിയുടെ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യാം? അച്ചീവ് ചെയ്യാം. ടാലന്റ് മാനേജ്മെന്റ് ഫ്രം ദ HR പോയിന്റ് ഓഫ് വ്യൂ. ടാലന്റ് മാനേജ്മെന്റിന്റെ HR പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണെങ്കിൽ ഫൈൻഡിങ് ടാലന്റഡ് എംപ്ലോയീസ്, ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തുക. നമ്മള് ജോബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ എന്ത് ചെയ്യുന്നു? കണ്ടെത്തുന്നു. ദെൻ അക്വയറിംഗ് ടാലന്റഡ് എംപ്ലോയീസ്, നമ്മൾ അവരെ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ സ്ഥാപനത്തിലേക്ക് അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. നമുക്ക് ആ ഒരു ജോബ് പൊസിഷനിലേക്ക് നമ്മൾ അവരെ പ്ലേസ് ചെയ്യുന്നു. അതാണ് അക്വയറിംഗ് ദ ടാലന്റഡ് എംപ്ലോയീസ്. ദെൻ റീറ്റെയിനിങ് ദ ടാലന്റഡ് എംപ്ലോയീസ്, റീറ്റെയിൻ ചെയ്യുന്നു, നിലനിർത്തുന്നു. നമ്മൾ ടാലന്റഡ് എംപ്ലോയീസിനെ ഫൈൻഡ് ചെയ്ത് അക്വയർ ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ടാലന്റ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ടാലന്റ് മാനേജ്മെന്റിനോട് നമുക്ക് ബെനിഫിറ്റ് ഉള്ളൂ. സോ നമ്മൾ ആ ടാലന്റഡ് എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിൽ എന്ത് ചെയ്യാം? റീറ്റെയിൻ ചെയ്യാം. ഇനിയാണ് the company which are involved in talent management strategy trying to shift the duties of the employees from human resource department to all the managers throughout the company. Talent management എന്ന് പറഞ്ഞ ഒരു സ്ട്രാറ്റജി ആണ്. ഇത് എംപ്ലോയീസിന്റെ ഡ്യൂട്ടീസ് കറക്റ്റ് ആയിട്ട് എംപ്ലോയീസിന്റെ ഹ്യൂമൻ റിസോഴ്സിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ് ടാലന്റ് മാനേജ്മെന്റ്. ഓരോ വ്യക്തിക്കും അവർ ചെയ്യുന്ന വർക്കുകൾ അവരുടെ കഴിവനുസരിച്ച് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ടാലന്റ് മാനേജ്മെന്റിന്റെ അനദർ നെയിം എപ്പോഴും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ടാലന്റ് മാനേജ്മെന്റിന്റെ മറ്റൊരു നെയിം എന്താണ്? അനദർ നെയിം ഓഫ് ടാലന്റ് മാനേജ്മെന്റ് എന്താണ്? ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്നാണ് ടാലന്റ് മാനേജ്മെന്റിന്റെ മറ്റൊരു നെയിം. എന്താണ്? ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ്. അതേപോലെ തന്നെ HCM, ഡിഫൈൻ HCM എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാട്ടെ എല്ലാവരും. അപ്പോ ടാലന്റ് മാനേജ്മെന്റ് എന്നുള്ള ഒരു സ്ട്രാറ്റജീസ് ആണ് എംപ്ലോയീസിന് അവരുടെ കഴിവനുസരിച്ച് അവർക്ക് ഓരോരുത്തർക്കും ചെയ്യേണ്ട ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക. അതുവഴി ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തന്നെ ഉറപ്പുവരുത്താം. അതേപോലെ തന്നെ ടാലന്റ് മാനേജ്മെന്റ് നമ്മൾ മറ്റൊരു നെയിം പറയുന്നതാണ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് ആൻഡ് HCM. ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് ഷോർട്ട് ഫോം ആണ് HCM എന്ന് പറയുന്നത്. Then talent management is basically concerned with the coordination, collaborating and managing different talented persons having to offer within a company. Talent management നമ്മൾ കൺസേൺ ചെയ്യുന്നത് കോർഡിനേഷൻ ആണ്. എല്ലാവരും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുക. ഏകോപനത്തോടു കൂടി എല്ലാവരും ഒത്തൊരുമയോടുകൂടി എന്താ പറയുക നല്ലൊരു ഇന്ററാക്ഷൻ, നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനോട് കൂടി നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് ബിസിനസ്സിൽ അവർക്ക് ഡ്യൂട്ടീസ് ചെയ്യാം. കൊളാബറേറ്റ് ചെയ്യുക, ഒരുമിച്ച് എല്ലാവരും ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഒരുമിച്ച്. നമ്മളിപ്പോ ഇൻഡിവിജ്വലി ആയിരിക്കും ചിലപ്പോൾ ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ നമ്മളെല്ലാം ഇൻഡിവിജ്വലി ടാസ്ക് എന്തിനാ വേണ്ടിയിട്ട് ചെയ്യുന്നത്? നമ്മുടെ ഓവറോൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്,
നമ്മുടെ ഓർഗനൈസേഷന്റെ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഡിവിജ്വൽ ടാസ്കുകൾ നമ്മൾ പെർഫോം ചെയ്യുന്നത്. ആ ഇൻഡിവിജ്വൽ ടാസ്കുകൾ എല്ലാം കൊളാബറേറ്റ് ചെയ്ത് ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യാം, ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാം. മാനേജിങ് ഡിഫറെന്റ് ടാലന്റഡ് പേഴ്സൺ ഹാവ് ടു ഓഫർ വിത്തിൻ എ കമ്പനി. നമുക്കറിയാം ഓരോ ഇൻഡിവിജ്വൽസിനും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ടാലന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മള് ഒരു രണ്ടുപേരെ എടുക്കുകയാണെങ്കിൽ ട്വിൻസിനെ പോലും കൺസിഡർ ചെയ്യുമെന്ന് വിചാരിക്കും. നമ്മൾ പറയില്ല ട്വിൻസ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, രണ്ട് ട്വിൻസ് ആണ്. അപ്പൊ അവർക്ക് രണ്ടുപേർക്കുള്ള കഴിവുകൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. രണ്ടുപേരെ നമുക്ക് എൻറ്റയർലി ഡിഫറെന്റ് എബിലിറ്റീസ് ടാലന്റ്സ് ആയിട്ടുള്ളത്. ഒന്ന് ആലോചിക്കും, നമ്മുടെ ഓർഗനൈസേഷനിൽ അത്രയും ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ഉണ്ട്. സോ ഇവരെല്ലാവരെയും നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് ടാലന്റ് മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടാലന്റ് പേഴ്സൺ ഹാവ് ടു ഓഫർ വിത്തിൻ എ കമ്പനി. നമ്മുടെ കമ്പനിയിൽ ഡിഫറെന്റ് ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ഓഫർ ചെയ്യാം. They're carried out by studying and examining each individual on the basis of their skill. നമ്മളുടെ ഇന്നത്തെ ഡ്യൂട്ടി എന്താണ്, ഓരോ എംപ്ലോയീസിനെയും നമ്മൾ പഠിക്കുക, അവരുടെ കഴിവുകൾ എന്താണ് അവർ എക്സാമിൻ ചെയ്യുക. ഇൻഡിവിജ്വലി നമ്മൾ അവരെ അസസ് ചെയ്യാം. ഓരോ എംപ്ലോയീസിന്റെ കഴിവുകൾ, അവരുടെ എബിലിറ്റീസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിൻ ചെയ്യാം. ബേസ് ഓഫ് ദ സ്കില്ല്, അവരുടെ സ്കില്ല്, നോളജ്, എഡ്യൂക്കേഷൻ, ടാലൻസ് ഉണ്ടാവും. നമ്മളിപ്പോ ഇപ്പൊ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ച് പോലും നമുക്ക് ടാലന്റ് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റാം. ഹിഡൻ ആയിരിക്കും ചില ടാലൻസ്. നമ്മളത് അവരോട് കൂടുതലായിട്ട് ഇന്ററാക്ഷനിലൂടെയും അവർ നല്ല രീതിയിൽ എക്സാമിൻ ചെയ്യുന്നതിലൂടെയും അവരുടെ ഹിഡൻ ടാലൻസ് കണ്ടെത്താം. അവരുടെ പേഴ്സണാലിറ്റി അതേപോലെ ക്യാരക്ടർ ഒക്കെ കണ്ടെത്തി ആ ഒരു പേഴ്സൺ, ആ ഒരു ഇൻഡിവിജ്വൽ ഏത് ജോബിനായിരിക്കും ആപ്റ്റ് ആയിട്ടുള്ളത് എന്ന് കണ്ടെത്തി ആ ഒരു ജോബിലേക്ക് അവരെന്ത് ചെയ്ത് കൊടുക്കും, എന്ത് ചെയ്യുന്നു, അവരെ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ടാലന്റ് മാനേജ്മെന്റ് വരുന്നത്. അപ്പൊ ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും സ്കിൽസും ടാലന്റും പേഴ്സണാലിറ്റിയും ക്യാരക്ടറും മനസ്സിലാക്കി നമ്മളുടെ വേക്കന്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക്, നമ്മുടെ കമ്പനിയിലെ വേക്കൻസീസ് നോക്കി അതിലേക്ക് ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺ, ആ ജോബ് ചെയ്യാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു, അസൈൻ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആദ്യം നിങ്ങളൊരു കമ്പനിയിൽ ജോലിക്ക് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ട്രെയിനി ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അസൈൻ ചെയ്യുന്നത്. മിക്ക ഡിപ്പാർട്ട്മെന്റ്സിലെ കാര്യങ്ങൾ നമ്മളിപ്പോ ഏത് ഡിപ്പാർട്ട്മെന്റിലും അവിടെ എല്ലാ വർക്കുകളും നടന്നിരിക്കുന്ന നമ്മൾ ഓരോ ജോബ് റൊട്ടേഷൻ വഴി എല്ലാ വർക്കുകളും നമുക്ക് എന്തായിട്ടുണ്ടാവും, പരിചിതം നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അവർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും, നമ്മൾ ഏത് വർക്ക് ചെയ്തപ്പോഴായിരുന്നു പെർഫെക്റ്റ് ആയിട്ട് അത് പെർഫോം ചെയ്തത് എന്ന് അവർ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ ഒരു വർക്കായിരിക്കും നമുക്ക് അസൈൻ ചെയ്യുന്നത്. കാരണം നമ്മളുടെ ടാലന്റ് എന്താണോ, ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്ത സമയത്ത് ബുക്ക് കീപ്പിംഗ് ആയിരുന്നു കൂടുതലായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങൾ പിന്നെ അസൈൻ ചെയ്യുന്ന ജോലി എന്തായിരിക്കും, ബുക്ക് കീപ്പിംഗ് ആയിരിക്കും. ഓർ നിങ്ങൾ ബാലൻസിങ് അല്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, തെറ്റ് കണ്ടെത്താനാണ് നിങ്ങൾക്ക് ടാലന്റ് എങ്കിൽ അതിലേക്കായിരിക്കും അസൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ബാങ്ക് റീകൺസിലിയേഷൻ ചെയ്യില്ലേ, ബാങ്ക് ബുക്ക് ബാലൻസും ക്യാഷ് ബുക്ക് ബാലൻസും സെയിം ആക്കുന്ന ഒരു പ്രോസസ്സ്. റീകൺസിലിയേഷൻ ആണെങ്കിൽ അവർ നിങ്ങളുടെ ടാലന്റ് എന്താണ്, ഒരു അക്കൗണ്ടിന്റെ പോസ്റ്റിലേക്ക് ആണെങ്കിൽ അവരുടെ ടാലന്റ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും കറക്റ്റ് ആയിട്ട് ആ ജോബിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, അസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. Every individual has different skill offer, and the challenging part of the company is selecting those individuals who fit in with the existing company culture. ശരിക്കും പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ആണ് സ്കിൽസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക, അവരെ അതേപോലെ നമ്മുടെ കമ്പനിയുടെ ആ ഒരു ജോബിലേക്ക് അവർ അസൈൻ ചെയ്യാൻ നമ്മൾ കുറച്ച് എഫക്റ്റീവായി അല്ലെങ്കിൽ കുറച്ച് എഫേർട്ട് വേണ്ട ഒരു ആക്ടിവിറ്റി ആണ്. ഒരു നല്ലൊരു HR പ്രൊസീജിയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ജോബിലേക്ക് അസൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കറക്റ്റ് എംപ്ലോയിന് കറക്റ്റ് ജോബിലേക്ക് നമ്മൾ അസൈൻ ചെയ്യണ്ടേ, അതിന് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്രൊസീജിയർ വേണം. റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ്, ഡെവലപ്മെന്റ്, പ്ലേസ്മെന്റ്, ഓറിയന്റേഷൻ, ഇവാലുവേഷൻ, അങ്ങനെ ആ ഒരു പ്രൊസീജിയേഴ്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് ആ ഒരു റൈറ്റ് ജോബിലേക്ക് റൈറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Every individual has different skill to offer, and challenging part of the company is selecting those individuals who fit with the existing company culture effectively. HR procedure will be able to classify these individuals and appoint them appropriately. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ആ ഇൻഡിവിജ്വൽസിന്റെ സ്കിൽസും കാര്യങ്ങളും മനസ്സിലാക്കി മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ള, ആ ഇൻഡിവിജ്വൽസിന് ആ ഒരു ജോബിലേക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
അതേപോലെ തന്നെ ഒരു നല്ലൊരു HR പ്രൊസീജിയർ വേണം. കറക്റ്റ് എംപ്ലോയിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു HR പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് ടാലന്റ് മാനേജ്മെന്റ്. HR പോയിന്റ് ഓഫ് വ്യൂവിൽ 3 രീതിയിലാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഫൈൻഡ് ചെയ്യാം, അവരെ അക്വയറിംഗ് ദ ടാലന്റഡ് എംപ്ലോയീസ് അവർ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് അക്വയർ ചെയ്യാം, സെലക്ട് ചെയ്യാം. ദെൻ റീറ്റെയിൻ ദ ടാലന്റഡ് എംപ്ലോയീസ്, നമ്മൾ അക്വയർ ചെയ്ത ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്താൻ ശ്രമിക്കണം. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്താന്ന് പറയുമ്പോൾ മേ ബി അവർക്ക് നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് വരും. അവർക്ക് അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നമുക്ക് ആ ഒരു അത്രയും ഇമ്പോർട്ടന്റ് ആണെങ്കിൽ നമ്മൾ അവരെ മാക്സിമം നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ റീറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത് വായിച്ചേ ടാലന്റ് മാനേജ്മെന്റ് മുതല്. എല്ലാവരും റീഡ് ചെയ്ത് കഴിഞ്ഞോ? പറയണോട്ടെ റീഡ് ചെയ്ത് കഴിഞ്ഞാല്. ഓക്കെ, കഴിഞ്ഞു. ദെൻ നമ്മൾ കൺസെപ്റ്റ് ഓഫ് ടാലന്റ് മാനേജ്മെന്റിലേക്ക് റീഡ് ചെയ്തോ. ഓക്കെ, ഇനി മൂവ് ആകുന്നത് കൺസെപ്റ്റ് ഓഫ് ടാലന്റ് മാനേജ്മെന്റിലേക്കാണ് കേട്ടോ. കൺസെപ്റ്റ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ TM മോഡൽ എന്ന് പറയും കേട്ടോ. ടാലന്റ് മാനേജ്മെന്റ് മോഡൽ കളർഫുൾ ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പറയാം. ഫസ്റ്റ് ടാലന്റ് മാനേജ്മെന്റിൽ ഫസ്റ്റ് വരുന്നത് പ്ലാനിങ് ആണ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേജ് ആണ്, ഫസ്റ്റ് സ്റ്റേജ് ആണ് ടാലന്റ് മാനേജ്മെന്റ്. ഇനിഷ്യൽ സ്റ്റേജ് ആണ്. നമുക്ക് എന്തെല്ലാം ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഉണ്ട്, നമുക്ക് ഏതെല്ലാം ജോബുകളാണ്, ഏതെല്ലാം കഴിവുള്ള എംപ്ലോയീസിനാണ് വേണ്ടത്, ആ ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാം. ദെൻ ജോബ് ഡിസ്ക്രിപ്ഷൻ, ഓരോ ജോബ് ചെയ്യുന്ന ഡ്യൂട്ടീസ് കാര്യങ്ങളുണ്ടാവും, കീ റോൾസ് ഉണ്ടാവും, അതെല്ലാം ഡെവലപ്പ് ചെയ്യാം. പ്രോസസിംഗ് എ വർക്ക് ഫോഴ്സ് പ്ലാൻ ഫോർ റിക്രൂട്ട്മെന്റ്, റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യാൻ വർക്ക് ഫോഴ്സ് പ്ലാൻ, റിക്രൂട്ട്മെന്റിന് വേണ്ട ഒരു വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ കാര്യങ്ങളും പ്ലാൻസും കാര്യങ്ങളും തയ്യാറാക്കാം. ദെൻ നമ്മൾ അട്രാക്ട് ചെയ്യണം, നമ്മൾ എംപ്ലോയീസ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അട്രാക്ട് ചെയ്യണം. അട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ കൊടുക്കണം. നമ്മുടെ ഓർഗനൈസേഷനിൽ ഉള്ള എംപ്ലോയീസിന് വേക്കൻസീസിനെ കുറിച്ചിട്ട് എംപ്ലോയീസിനെ അറിയണം. നമുക്കറിയാം 2 types ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ് ഉണ്ട്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. അപ്പോൾ ഇന്റേണലും എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റും വേണ്ട രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ കൊടുക്കണം. ഇന്റേണൽ ആണെങ്കിൽ ഓർഗനൈസേഷന്റെ അകത്ത് തന്നെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കണമെങ്കിൽ നോട്ടീസ് ബോർഡിൽ ഒരു എന്നുള്ള അഡ്വർടൈസ്മെന്റ് കൊടുത്താൽ മതി. എക്സ്റ്റേണൽ ആണെങ്കിൽ നമ്മൾ ഇന്ന് ഓൺലൈൻ മീഡിയാസിലൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലല്ലേ നമ്മൾ എന്ത് അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രങ്ങളിൽ കൊടുക്കുമായിരുന്നു അഡ്വർടൈസ്മെന്റ് ഇല്ലേ. ജോബ് വാക്കൻസി ന്യൂസ് പേപ്പർ നോക്കി അപ്ലൈ ചെയ്തവരാരെങ്കിലും ഉണ്ടോ? പണ്ട് അങ്ങനെയായിരുന്നു. ന്യൂസ് പേപ്പേഴ്സിൽ അതേപോലെ തന്നെ തൊഴിൽ രീതിയിലൊക്കെ ഏത് പ്രൈവറ്റ് ജോബ്സ് ആയാലും ഏത് ജോബ്സ് ആയാലും വേക്കൻസീസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തു. ഇന്ന് കുറച്ചും കൂടി അത് മാറി. കാരണം ഇന്ന് കൂടുതലായിട്ട് നമ്മൾ എല്ലാവരും
ഓൺലൈൻ മീഡിയാസ് കൂടുതൽ യൂസ് ചെയ്യുന്നവരാണ്. അപ്പൊ അതിന്റെ ആ ഒരു ജോബിന്റെ അഡ്വർടൈസ്മെന്റ് രീതി മാറി. നമ്മളിപ്പോ ഓൺലൈൻ ആയിട്ടാണ് ജോബുകൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്. Naukri.com, പിന്നെ timesjob.com, പിന്നെ ലിങ്ക്ഡിൻ, ട്വിറ്റർ, അതേപോലെ നമ്മളിപ്പോ ഇൻസ്റ്റയിലും വേക്കൻസീസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്, FB കാണാറുണ്ട്, എല്ലാവരും കാണാറുണ്ട്. അതിന്റെ സത്യാവസ്ഥ നോക്കിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാനൊക്കെ. അതേപോലെ ഇന്ന് കൂടുതൽ നമുക്ക് കുറച്ചുകൂടി റീച്ചബിൾ ആണ് നമുക്ക് അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഈ വേക്കൻസി ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ അറിയുന്നുണ്ട്. ഓൺലൈൻ മീഡിയാസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് ഈ വേക്കൻസീസിനെ കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് അറിയുന്നത്. ദെൻ നമ്മളിങ്ങനെ അഡ്വർടൈസ്മെന്റ് കൊടുത്തു, കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്തു, നമുക്ക് ജോബ് ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്. ദെൻ അവർ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ റിട്ടേൺ എക്സാം കണ്ടക്ട് ചെയ്യണം, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണം. പിന്നെ അതിൽ നിന്ന് ഓരോ കാൻഡിഡേറ്റ്സിനും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സ്ക്രൂട്ടനൈസ് ചെയ്ത് എടുക്കണം. അപ്പോ ശരി, നമ്മള് എന്താണ് സെലക്ഷൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യണം, പേഴ്സണൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് നമുക്ക് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്തു. ദെൻ അവരെ ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. നമ്മൾ ചിലപ്പോ അവർക്ക് എക്സ്ട്രാ നമ്മൾ എബിലിറ്റീസും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, ട്രെയിനിങ്ങും ഡെവലപ്മെന്റും പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ദെൻ വരുന്നതാണ് റീറ്റെയിനിങ് ആണ്. ട്രെയിനിങ് ഡെവലപ്മെന്റും കഴിഞ്ഞ പ്ലേസിലേക്ക് നമ്മൾ അവരെ പോസ്റ്റ് ചെയ്തു. ദെൻ നമ്മൾ അവരെന്ത് ചെയ്യുന്നു, റീറ്റെയിൻ ചെയ്യണം. നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ അവരെന്ത് ചെയ്യണം, നമ്മൾ നിലനിർത്തണം. അതാണ് റീറ്റെയിനിങ് എന്ന് പറയുന്നത്, റീറ്റെയിനിങ് എംപ്ലോയീസ്. അപ്പൊ നമ്മൾ അവർക്ക് പ്രൊമോഷനും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം, ഇൻക്രിമെന്റ്സ് കൊടുക്കണം, സാലറി ബെനിഫിറ്റ്സ് കൊടുക്കണം, ടീച്ചിങ് ന്യൂസ് ജോബ് സ്കില്ല്, പുതിയ ജോബ് സ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അതിലൂടെ അവർ നമ്മൾ റീറ്റെയിൻ ചെയ്യണം. ദെൻ ട്രാൻസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറോൾ ട്രാൻസ്ഫോർമേഷൻ ആണ്. നമ്മളിപ്പോ എംപ്ലോയീസ് നമ്മുടെ ജോബിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ മാറ്റാന്നല്ല, എംപ്ലോയീസിന്റെ ഓവറോൾ ഡെവലപ്മെന്റിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്ന് വെച്ചാൽ കാര്യങ്ങൾ കൊടുക്കണം. പിന്നെ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന് മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, അതേപോലെ തന്നെ എക്സിറ്റ് ഇന്റർവ്യൂസ് കാര്യങ്ങൾ. നമ്മൾ സ്ഥാപനം വിട്ടു പോവാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ സ്ഥാപനം വിട്ടു പോകാനായിട്ടുള്ള കാരണം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. കാരണം നമ്മുടെ ഭാഗത്തു നിന്നാണ് മിസ്റ്റേക്ക് എങ്കിൽ അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു അവസരമാണ്. നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്ടിഫൈ ചെയ്യാൻ പറ്റും. സക്സഷൻ പ്ലാനിങ് ഓർ ഇന്റേണൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്തണം. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇതെന്താണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഓർഗനൈസേഷൻ സ്ട്രാറ്റജി ആൻഡ് പെർഫോമൻസ് ആൻഡ് ഔട്ട്കം ആണ് ഇതിന്റെ റിസൾട്ട്. നമ്മൾ എടുക്കുന്ന ഈ ഓരോ സ്ട്രാറ്റജിയുടെയും ഔട്ട്കം എന്താണ്, നമ്മുടെ പെർഫോമൻസ് ആണ്, നമ്മുടെ റിസൾട്ട് ആണ് മെയിൻ ആയിട്ട് വരുന്ന ഔട്ട്കം എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് പറയുന്നത് പ്ലാനിങ് ആണ് കേട്ടോ. പ്ലാനിങ് ഈസ് ദ ഇനിഷ്യൽ പ്രോസസ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ്. ഏതൊരു കാര്യത്തെ സംബന്ധിച്ച് ഫസ്റ്റ് എന്താണ് മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്സ് എന്താണ്, പ്ലാനിങ് ആണ്. ഇനിഷ്യൽ സ്റ്റെപ്സ്, ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, പ്ലാനിങ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഫോളോയിങ്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന താഴെ പറയുന്ന കാര്യങ്ങളാണ്. ഐഡന്റിഫൈങ് ദ ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്, നമ്മളുടെ മനുഷ്യ മൂലധനത്തിന്റെ, നമ്മുടെ സ്ഥാപനത്തിൽ ആവശ്യമുള്ള മനുഷ്യ മൂലധനം എന്തോരാണ്, ഏതെല്ലാം ക്വാളിഫിക്കേഷൻ ഉള്ള എംപ്ലോയീസിനെ വേണം, എന്ത് ടാലന്റ് ഉള്ള എംപ്ലോയീസിന് ഏത് ക്വാളിഫിക്കേഷൻ വേണം, ഏത് പോസ്റ്റിന് എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഡെവലപ്പിംഗ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് കീ റോൾസ്, ജോലിയുടെ വിവരണങ്ങൾ, ജോലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, ജോബ് ഡിസ്ക്രിപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യണം. കീ റോൾസ്, അവരുടെ വഹിക്കാൻ പോകുന്ന റോളുകൾ ഉണ്ടാവും. ഓരോ എംപ്ലോയീസിനും അസൈൻ ചെയ്ത റോളുകൾ എന്തൊക്കെയാണ്, കീ റോൾസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യണം. പ്രോസസിങ് എ വർക്ക് ഫോഴ്സ് പ്ലാനിങ് ഫോർ ദ റിക്രൂട്ട്മെന്റ്, നമുക്ക് റിക്രൂട്ട്മെന്റിനായിട്ട് ഒരു പദ്ധതി വർക്ക് ഫോഴ്സ് പ്ലാനിങ് പ്രപ്പോസ് ചെയ്യണം, അത് നിർദ്ദേശിക്കണം. ഇന്ന രീതിയിൽ വേണം റിക്രൂട്ട്മെന്റ് നടത്താനായിട്ട്. ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് മതിയെങ്കിൽ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് വേണം. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് വേണം. ഏത് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് വേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രപ്പോസ് ചെയ്യണം. ദെൻ അട്രാക്ടിങ് ആണ് കേട്ടോ. നമ്മള് പ്ലാൻ ഒക്കെ ചെയ്തു, ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ് മനസ്സിലാക്കി, ജോബ് ഡിസ്ക്രിപ്ഷനും കീ റോൾസും മനസ്സിലാക്കി, ദെൻ വർക്ക് ഫോഴ്സ് പ്ലാനും ഫോർ റിക്രൂട്ട്മെന്റും പ്രിപ്പയർ ചെയ്ത്, ദെൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ സ്ഥാപനത്തിലേക്ക് എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യണം. എന്താണ് അടുത്ത സ്റ്റെപ്സ്, എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഡിറ്റർമിൻ വെദർ ദ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഷുഡ് ബി ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ and seek for appropriate individual to fill in the vacant position through. അപ്പൊ നമ്മള്
റിക്രൂട്ട്മെന്റ് സോഴ്സ് കണ്ടെത്തണം. ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് സോഴ്സ് ആണോ ഫസ്റ്റ് നമ്മൾ കണ്ടെത്താം. എന്നിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് നമ്മൾ ആ വേക്കന്റ് പൊസിഷനിലേക്ക് ഫിൽ ചെയ്യണം. അപ്രോപ്രിയേറ്റ് ഇൻഡിവിജ്വൽ ടു ഫിൽ ഇൻ ദ വേക്കന്റ് പൊസിഷൻ, കറക്റ്റ് വേക്കന്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് ഫിൽ ചെയ്യണം. ത്രൂ എങ്ങനെയാണ്? ജോബ് പോർട്ടൽ. നമ്മൾ ജോബ് പോർട്ടൽ വഴിയായിരിക്കും. മേ ബി ജോബ് പോർട്ടൽ ആവാം, ആസ് naukri.com, timesjob.com എക്സെട്ര. പിന്നെ ഒരുപാട് കൺസൾട്ടൻസീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മേ ബി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ സോഷ്യൽ നെറ്റ്വർക്ക് സച്ച് ആസ് ലിങ്ക്ഡ്ഇൻ ആൻഡ് ട്വിറ്റർ, അതേപോലത്തെ സോഷ്യൽ മീഡിയാസിൽ നമുക്ക് എന്തോ എടുക്കാം, അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അതുവഴി നമ്മളുടെ കാൻഡിഡേറ്റ്സിന്, നല്ല ടാലന്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എന്ത് ചെയ്യാം? അട്രാക്ട് ചെയ്യാം. ഓക്കെ, അട്രാക്ട് ചെയ്തു, അവരെ നമുക്ക് ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ തന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സെലക്ടിങ്, റിക്രൂട്ടിംഗ് ആൻഡ് സെലക്ടിങ് ദ പേഴ്സണേഴ്സ്. നമ്മൾ അവരെ റിക്രൂട്ട് ചെയ്യുക ആൻഡ് സെലക്ട് ചെയ്യുക, പേഴ്സണേഴ്സിനെ സെലക്ട് ചെയ്യുക. ഇറ്റ് ഇൻവോൾവ്സ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. റിക്രൂട്ടിംഗ് ആൻഡ് സെലക്ടിങ് ദ പേഴ്സണേഴ്സ്, ഇനി റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിൽ വരുന്ന സ്റ്റെപ്സ് ആണ്. ഷെഡ്യൂളിംഗ് റിട്ടേൺ എക്സാംസ്, നമ്മൾ റിട്ടേൺ എക്സാം നടത്തും, നമ്മൾ സെലക്ഷൻ ടെസ്റ്റുകൾ നടത്തില്ലേ, അത് ഷെഡ്യൂൾ ചെയ്യുക. ഏത് ഡേറ്റിൽ നടത്തണം, എത്ര അവേഴ്സ് എടുക്കണം, എത്ര ക്വസ്റ്റ്യൻസ് വേണം, അതേപോലത്തെ എല്ലാ കാര്യങ്ങളും റിട്ടേൺ എക്സാമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യാം. അതേപോലെ ഇന്റർവ്യൂ എന്ന് വേണം. റിട്ടേൺ എക്സാം കഴിഞ്ഞ് ഒരു 1 വീക്കോ 2 വീക്കോ കഴിയുമ്പോൾ തന്നെ ഇന്റർവ്യൂ വേണം. 1 വീക്ക് കഴിയുമ്പോൾ തന്നെ ഇന്റർവ്യൂ വേണം. അപ്പൊ ഇന്റർവ്യൂ എങ്ങനെയായിരിക്കണം, ഇന്റർവ്യൂവിന് എത്ര പേഴ്സൺസ് ആണ് ഇന്റർവ്യൂ ചെയ്യുന്നത്, ഇന്റർവ്യൂവിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ദെൻ സ്ക്രൂട്ടനൈസിംഗ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ഫോർ ദ പ്രൊഫൈൽ. അപ്പൊ നമ്മുടെ ആ പ്രൊഫൈലിൽ നിന്ന്, അല്ലെങ്കിൽ അവർ തന്നിരിക്കുന്ന ജോബ് ആപ്ലിക്കേഷനിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്രൂട്ടനൈസ് ചെയ്യുന്നു, കണ്ടെത്താണ്. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സൂക്ഷ്മമായി സ്ക്രൂട്ടനൈസ് ചെയ്ത് അവരെ ഐഡന്റിഫൈ ചെയ്ത് എടുക്കുന്നു. ഇതാണ് സ്ക്രൂട്ടനൈസിംഗ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ഫോർ ദ പ്രൊഫൈൽ. ഫോർത്ത് ആണ് ഡെവലപ്പിംഗ്. നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്തു, കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തു. ഈ ഒരു സ്റ്റേജിലാണ് നമ്മുടെ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് അനുസരിച്ച് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിക്കുന്നത്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേജ് ആണ് ഡെവലപ്പിംഗ് എന്ന് പറയുന്നത്. ഇൻ ദിസ് സ്റ്റേജ് ദ എംപ്ലോയീസ് ഇസ് ട്രെയിൻഡ് അക്കോർഡിംഗ് ടു ആൻഡ് ഫോർ ദ ഓർഗനൈസേഷൻ ദ പ്രൊഫൈൽ. അപ്പോൾ നമ്മൾ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യണം, നല്ല രീതിയിൽ നമ്മൾ അവർക്ക് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. ഫോളോയിങ് സ്റ്റെപ്സ് ആർ ഇൻവോൾവ് ഇൻ ദിസ് പ്രോസസ്. താഴെ പറയുന്ന സ്റ്റെപ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്രെയിനിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. നോക്കാം. ക്യാരി ഔട്ട് ആൻഡ് ഓൺബോർഡിംഗ് പ്രോഗ്രാം ഓർ ഓറിയന്റേഷൻ പ്രോഗ്രാം. നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു എംപ്ലോയി ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ട ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. എൻഹാൻസിങ് സ്കില്ല്, നമ്മൾ എംപ്ലോയീസിനെ അവരുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ട ഒരു അവൈലബിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് പ്രൊഫിഷ്യൻസി ഓഫ് ദ പേഴ്സൺ ടു മാച്ച് ദ പ്രൊഫൈൽ. അപ്പോൾ മേ ബി നമ്മൾ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ജോബ് മാച്ച് ആവുന്ന രീതിയിൽ അവർക്ക് അവരുടെ പ്രൊഫിഷ്യൻസീസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യണം. അവർക്ക് നോളജോ എന്തെങ്കിലും ഒരു സ്കില്ല് കുറവാണെങ്കിൽ അതിന് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ കൗൺസിലിംഗ് കൊടുക്കണം, ഗൈഡ് ചെയ്യേണ്ടതായിട്ട് വരും, കോച്ചിങ് കൊടുക്കണം, എഡ്യൂക്കേറ്റ് ചെയ്യണം, മെന്ററിങ് ചെയ്യണം. നമ്മൾ ആ എംപ്ലോയീസിന് നല്ല രീതിയിൽ മെന്ററായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ജോബ് റൊട്ടേഷൻ, ആ ജോബ് മറ്റ് ജോബുകളെ കുറിച്ച് നല്ല രീതിയിൽ അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് ജോബ് റൊട്ടേഷനും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞത് ഡെവലപ്പിംഗ് ആണ്. ഡെവലപ്പിംഗ് എന്ന് പറയുന്ന സ്റ്റേജിലാണ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. അവരുടെ സ്കിൽസും ആപ്റ്റിറ്റ്യൂഡും പ്രൊഫഷൻസും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ട രീതിയിൽ നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു. ജോലി റിക്രൂട്ട് ആയിട്ടുള്ള എംപ്ലോയീസിന് കൗൺസിലിംഗ്, ഗൈഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു ഗൈഡോ ഒരു കോച്ചറോ ഒരു മെന്ററിന്റെ ഹെൽപ്പോട് കൂടി അവരെ ട്രെയിൻ ചെയ്തെടുക്കണം, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാണ്. ദെൻ ജോബ് റൊട്ടേഷനോട് കൂടി നമുക്ക് അവരെ നല്ല രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിന് അനുയോജ്യമായിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആക്കി എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാനായിട്ട് പറ്റും. അപ്പൊ ഈ 4 സ്റ്റേജസ് ഒന്ന് വായിച്ചു നോക്കിയേ. പ്ലാനിങ്, ടാലന്റ് മാനേജ്മെന്റ് മോഡൽസ് ആണ്. ആ 4 മോഡൽസ് ഒന്ന് വായിച്ചേ. പ്ലാനിങ്, അട്രാക്ടിങ്, സെലക്ടിങ് ആൻഡ് ഡെവലപ്പിംഗ്. 4 പോയിന്റ് കേട്ടോ.
എല്ലാവരും വായിച്ചു കഴിഞ്ഞോ? ഓക്കെ ഓക്കെ. ദെൻ നമ്മള് നെക്സ്റ്റ് 2 മോഡൽസ് ആണ് നമ്മൾ നോക്കുന്നത്. റീറ്റെയിനിങ് ആണ്. നമ്മുടെ സ്ഥാപനത്തിലെ എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്തുക എന്നതാണ് ഏത് മോഡൽ വരുന്നത്, റീറ്റെയിനിങ് എന്ന് പറയുന്നത്. ഫോർ ദ ഓർഗനൈസേഷൻ എക്സിസ്റ്റൻസ്, നമ്മുടെ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ എന്ത് ചെയ്യണം, റീറ്റെയിൻ ചെയ്യണം. ഫോർ ദ ഓർഗനൈസേഷൻ എക്സിസ്റ്റൻസ് ആൻഡ് സർവൈവൽ ദ എംപ്ലോയി റിട്ടൻഷൻ ഈസ് വൈറ്റൽ. നമ്മുടെ ഓർഗനൈസേഷന്റെ എക്സിസ്റ്റൻസിനും സർവൈവലിനും എംപ്ലോയീസിന്റെ റിട്ടൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോളോയിങ് ആർ ദ വേസ് ഓഫ് എംപ്ലോയീസ് റിട്ടൻഷൻ. താഴെ പറയുന്നതാണ് എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിൽ റിട്ടൈൻ ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേസ്, മാർഗങ്ങളാണ് നമ്മൾ പറയുന്നത്. പ്രൊമോഷൻ ആൻഡ് ഇൻക്രിമെന്റ്. നമുക്ക് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രൊമോഷനും ഇൻക്രിമെന്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാം. പ്രൊമോഷൻ ആൻഡ് ഇൻക്രിമെന്റ്, നമ്മൾ ആ ജോബ് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നവർക്ക് പ്രോപ്പർ ആയിട്ട് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ്സും കാര്യങ്ങളും കൊടുക്കുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ അവർ നിലനിർത്താൻ പറ്റും. പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത് ബൈ ഹാൻഡ്ലിങ് അവർ സ്പെഷ്യൽ പ്രൊജക്ട്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊജക്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് അവർക്ക് അവസരം കൊടുക്കുന്നു. ഒരുപാട് നാള് നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തത്, നമ്മുടെ ഒപ്പം വർക്ക് ചെയ്തത്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പ്രൊജക്ട് വരാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് അവരെ നമ്മൾ നല്ല വിശ്വാസത്തോടെ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് നമ്മളെ സ്ഥാപനത്തിനോട് ഒരു റെസ്പോൺസിബിലിറ്റി തോന്നും, നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്തും. അതേപോലെ പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ ആ എംപ്ലോയീസിനെ റിട്ടൈൻ ചെയ്യാൻ വേണ്ടി എംപ്ലോയീസിന് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരെയും കൂടി, അല്ലെങ്കിൽ എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുമ്പോൾ നമ്മൾ അവരെയും കൂടി എന്ത് ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ടീച്ചിങ് ന്യൂ ജോബ് സ്കിൽസ്. എംപ്ലോയീസിന് ന്യൂ ജോബ് സ്കിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കാം, ടീച്ച് ചെയ്യാം, ട്രെയിൻ ചെയ്യിക്കാം. ഐഡന്റിഫൈ ദ ഇൻഡിവിജ്വൽസ് കോൺട്രിബ്യൂഷൻ ആൻഡ് എഫേർട്സ്. ഇൻഡിവിജ്വൽസിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, ഓരോ എംപ്ലോയീസും എങ്ങനെയാണ് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്, അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, അവരുടെ എഫേർട്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പോ 5th മോഡൽ പറയുന്നത് റീടെൻഷൻ ആണ്, അല്ലെങ്കിൽ റീറ്റെയിനിങ് ആണ്. നമ്മുടെ സ്ഥാപനത്തിന് നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്തുക എന്നതാണ് റീറ്റെയിനിങ് വരുന്നത്. അത് ഫസ്റ്റ് നമ്മൾ എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ പ്രൊമോഷനും ഇൻക്രിമെന്റും കൊടുക്കാം. ഓക്കെ, അവർ ഫിനാൻഷ്യലി സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് നമ്മുടെ എംപ്ലോയീസ്. പിന്നെ അവരെ നല്ല രീതിയിൽ, ചില എംപ്ലോയീസിന് ഫിനാൻഷ്യൽ സാറ്റിസ്ഫാക്ഷനേക്കാളും കൂടുതൽ സ്റ്റാറ്റസ് ആയിരിക്കും ഇമ്പോർട്ടൻസ്. അപ്പൊ അവർ സ്പെഷ്യൽ പ്രൊജക്ട് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കുമ്പോൾ അവർക്ക് കമ്പനിയിലെ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യുന്നു. സോ അങ്ങനെ വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടി നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിൽക്കും. പിന്നെ അവരെയും കൂടി ഇൻവോൾവ് ചെയ്യുന്നു. അവരെ റിലേറ്റ് ചെയ്യുന്ന മാറ്റേഴ്സിന്റെ ഡിസിഷൻസ് എടുക്കുമ്പോൾ അവരെയും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവോൾവ് ചെയ്യുന്നു. ടീച്ചിങ് ന്യൂ ജോബ് സ്കിൽസ്. നമ്മുടെ എംപ്ലോയീസിന് ന്യൂ ജോബ് സ്കിൽസും കാര്യങ്ങളും. കാരണം ഇന്നത്തെ വേൾഡ്, അല്ലെങ്കിൽ ഇന്നത്തെ ബിസിനസ് വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജീസ് ഒക്കെ ഡേ ടു ഡേ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂ ജോബ് സ്കിൽസും കാര്യങ്ങളും നമുക്ക് അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാം. ഐഡന്റിഫൈങ് ദ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ആൻഡ് എഫേർട്സ്. ഇൻഡിവിജ്വൽസിന്റെ കോൺട്രിബ്യൂഷനും എഫേർട്സും ഐഡന്റിഫൈ ചെയ്യുക. അവരെന്താണ് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അവരുടെ എഫേർട്സ് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം ഐഡന്റിഫൈ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് റീറ്റെയിനിങ്ങിൽ വരുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ അവരെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട മാർഗങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ദെൻ ട്രാൻസിഷനിങ് ആണ് നമ്മുടെ മെയിൻ ഓവറോൾ ട്രാൻസ്ഫോർമേഷൻ ആണ്. നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഓവറോൾ ട്രാൻസ്ഫോർമേഷനെയാണ് ട്രാൻസിഷനിങ് എന്ന് പറയുന്നത്. ടാലന്റ് മാനേജ്മെന്റ് എയിംസ് അറ്റ് ദ ഓവറോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ എംപ്ലോയി ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ വിഷൻ. നമ്മുടെ ഓർഗനൈസേഷന്റെ വിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഓവറോൾ എല്ലാ എംപ്ലോയീസിന്റെ ഓവറോൾ ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ അത് അച്ചീവ് ചെയ്യാൻ പറ്റും, ഓവറോൾ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും, നമുക്ക് അവർക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കാര്യങ്ങൾ കൊടുക്കാം. EPF, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഗ്രാറ്റുവിറ്റി, അതേപോലെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ അവർ എന്ത് ചെയ്യും, നിലനിൽക്കും. കാരണം അവർക്ക് റിട്ടയർഡ് ആയതിനു ശേഷം ബെനിഫിറ്റ്സ് നമ്മുടെ കമ്പനിയിൽ നിന്ന് കിട്ടുമല്ലോ, ആ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി നമ്മുടെ സ്ഥാപനത്തിൽ അവർ വർക്ക് ചെയ്യും. കണ്ടക്ടിങ് എക്സിസ്റ്റിംഗ് ഇന്റർവ്യൂ. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് എംപ്ലോയീസ് പിരിഞ്ഞു പോവാണെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് റീസൺ കൊണ്ടാണ് അവർ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. സക്സഷൻ പ്ലാനിങ് ഓർ ഇന്റേണൽ പ്രൊമോഷൻ. നമുക്ക് പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ പ്ലാൻ കാര്യങ്ങൾ വേണം. അതേപോലെ ഇന്റേണൽ പ്രൊമോഷൻ വേണം. നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണ്, അവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം, അവർക്ക് ഇൻക്രിമെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ട്രാൻസിഷൻ റോളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പറഞ്ഞത് കൺസെപ്റ്റ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ് ലാസ്റ്റ് 2 പോയിന്റ്സ് ആണ്.
ആ 2 points ഒന്ന് റീഡ് ചെയ്തേ. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഇതുവരെ കൺസെപ്റ്റ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ് വരെ മനസ്സിലായോ? ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുക, അവരെ പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുക, അവരെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ റീറ്റെയിൻ ചെയ്യാം. ഇത് ആരുടെ ഉത്തരവാദിത്തമാണ്? ടാലന്റ് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഇതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പോർഷൻ. ഇനി നമ്മൾ നോക്കുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ് ആണ്. അതൊരു എന്താ പറയാ സർക്കിൾ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യം ഐഡന്റിഫൈങ് ദ റിക്വയർഡ് ടാലന്റ്. നമുക്ക് വേണ്ട ടാലന്റ്, നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ട ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ ടാലന്റ് സ്കിൽസുകളെ ഐഡന്റിഫൈ ചെയ്യാം. ഓരോ ജോബും പെർഫോം ചെയ്യാൻ ഏത് ടൈപ്പ് ഓഫ് ടാലന്റഡ് പേഴ്സണ് പറ്റും, ഏത് സ്കില്ലുള്ള ഒരു വ്യക്തിക്ക് പറ്റും എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ഇംപ്ലിമെന്റിംഗ് ദ കോമ്പൻസേഷൻ പ്ലാൻ. നമ്മൾ അവരെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അവരെ എന്ത് ചെയ്യണം? കോമ്പൻസേഷൻ പ്ലാൻ പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ അവർക്ക് റിട്ടേൺ ആയിട്ട് എന്ത് കൊടുക്കും? സാലറി, എക്സ്ട്രാ ബെനിഫിറ്റ്സ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അത് ഇംപ്ലിമെന്റ് ചെയ്യണം. കോമ്പൻസേഷൻ പ്ലാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെർഫോമൻസ് അപ്രൈസൽ. ഇനി കാൻഡിഡേറ്റ്സിന്റെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തും. ഇന്റർവ്യൂ അല്ലെങ്കിൽ സെലക്ഷൻ ടെസ്റ്റിലൂടെയൊക്കെ നമ്മൾ ഓരോ എംപ്ലോയീസിന്റെയും പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യും. മെച്ചുറിങ് ദ ടാലന്റ്. അവർക്ക് ഓപ്പർച്യൂണിറ്റീസും മോട്ടിവേഷനും ഗൈഡൊക്കെ കൊടുത്ത് നമ്മൾ അവരെ കൊണ്ട് നമുക്ക് വേണ്ട ജോലി കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യും. ദെൻ റീറ്റെയിനിങ് ദ ടാലന്റ്. നല്ല എംപ്ലോയീസ്, നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്തും. അതാണ് റീറ്റെയിനിങ് ദ ടാലന്റ്. അലൈനിങ് ആൻഡ് അക്വയറിംഗ് ദ ടാലന്റ്. പുതിയ നിയമങ്ങൾ, സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ, മൂലങ്ങൾ, സംസ്കാരങ്ങൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്നുണ്ടോ, അലൈൻ ചെയ്ത് പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. നമ്മുടെ കമ്പനിക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. നമ്മുടെ കമ്പനിയുടെ ഓർഗനൈസേഷന്റെ അകത്തുള്ള കൾച്ചറും കസ്റ്റംസും ട്രഡീഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതെല്ലാമായിട്ട് ന്യൂലി റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസ് അലൈൻ ചെയ്ത് പോകുന്നുണ്ടോ, പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. ദെൻ അവർക്ക് എന്തെങ്കിലും വർക്കിൽ എന്തെങ്കിലും വീക്കാണ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. കോമ്പിറ്റൻസി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ദെൻ റൈറ്റ് സെലക്ഷൻ ഓഫ് ടാലന്റ്. പ്രോപ്പർ ആയിട്ട് സെലക്ട് ചെയ്യും. ഏറ്റവും മികച്ച രീതിയിലുള്ള കാൻഡിഡേറ്റ്സ് തിരിച്ചറിഞ്ഞ് തെരഞ്ഞെടുക്കുക സെലക്ഷൻ ആണ്. അപ്പോ റൈറ്റ് സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് മുതൽ നമുക്ക് പറയാം. ആദ്യം നമ്മൾ റൈറ്റ് സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് ആണ്. ഐഡന്റിഫൈ ദ റിക്വയർഡ് ടാലന്റ്. നമുക്ക് ഏത് ടൈപ്സ് ഓഫ് ടാലന്റഡ് പേഴ്സൺസ് വേണമെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അവർക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള കോമ്പൻസേഷൻ പ്ലാൻ സെറ്റ് ചെയ്യാം. അവരെ ഓരോരുത്തരും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാം. അവരുടെ ഓരോ എംപ്ലോയീസിനും ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. അവർക്ക് വേണ്ട ഗൈഡൻസും മോട്ടിവേഷനും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാം. എംപ്ലോയീസിനെ നമ്മളുടെ സ്ഥാപനത്തിൽ തന്നെ റീറ്റെയിൻ ചെയ്യാൻ, നിലനിർത്താം. പിന്നെ അലൈൻ ദ അക്വയർഡ് ടാലന്റ്സ്. അവരെ അലൈൻ ചെയ്യാം. പുതിയ നിയമങ്ങൾ അവർക്ക് അറിയില്ലല്ലോ. ജോലി റിക്രൂട്ട് ചെയ്ത എംപ്ലോയിനെ സംബന്ധിച്ച് എന്താണ് നമ്മളുടെ എൻവയോൺമെന്റ്, നമ്മുടെ ഓർഗനൈസേഷൻ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ അവരെ ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് പൊരുത്തപ്പെടുത്തുക. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കോമ്പിറ്റൻസി. ഇനി എംപ്ലോയീസിന് അത്ര ഇതില്ലെങ്കിൽ എന്താണ് ടാലന്റ്സ് കുറവാണെങ്കിൽ അവർക്ക് ടാലന്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. റൈറ്റ് സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സ്. ഏറ്റവും മികച്ച കാൻഡിഡേറ്റ്സിനെ നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, നമുക്ക് നോക്കാം. ദ ബേസിക് പർപ്പസ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ് ഈസ് ടു റിക്രൂട്ട്, ഡെവലപ്പ്
and retain the best talent in the organization. ഏറ്റവും മെയിൻ ആയിട്ടുള്ള പർപ്പസ് ടാലന്റ് മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്താണ്? ബെസ്റ്റ് ടാലന്റഡ് പേഴ്സൺസിന് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യുക, അവർക്ക് വേണ്ട ഡെവലപ്മെന്റ് ആൻഡ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, ദെൻ അവരെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്തുക, റീറ്റെയിൻ ചെയ്യുക. The HR department always endeavors to make sure that employees with the right skills and quality stay with the organization for a long time. HR ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നല്ല സ്കില്ലുള്ള റൈറ്റ് സ്കിൽസും ക്വാളിറ്റീസും ഉള്ള എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിൽ നിലനിർത്താൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു ലോങ് റണ്ണിലേക്ക് ഭാവിയിലേക്ക് നോക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ HR ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും ഓൾവേസ് ശ്രദ്ധിക്കണം നല്ല സ്കിൽഡ് ആയിട്ടുള്ള ടാലന്റഡ് പേഴ്സൺസിനെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇനിയാണ് the most important functions of the talent management as follows. താഴെ പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ടാലന്റ് മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എസ്റ്റാബ്ലിഷിംഗ് എ ഹൈ പെർഫോമൻസ് വർക്ക്. നമ്മൾ ഓരോ എംപ്ലോയീസിന്റെയും പെർഫോമൻസ് ഗുണങ്ങൾ അല്ലെങ്കിൽ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യാം. അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കണം, അവർക്ക് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാം. ഇത്ര യൂണിറ്റ്സ് ആണ് ഒരു ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ എന്ത് ചെയ്യാം, അത് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. അട്രാക്ടിങ് ഇൻഡിവിജ്വൽസ് വിത്ത് ഹൈ പൊട്ടൻഷ്യൽ. നമ്മൾ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അട്രാക്ട് ചെയ്യുക. അട്രാക്ടിങ് ഇൻഡിവിജ്വൽസ് വിത്ത് ഹൈ പൊട്ടൻഷ്യൽ, നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഇൻഡിവിജ്വൽസിനെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അട്രാക്ട് ചെയ്യാം. Then retaining them through proper training and refreshment. നമ്മൾ അവരെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് റീഫ്രഷ്മെന്റ് കാര്യങ്ങൾ കൊടുക്കണം. ഇവിടെ റീഫ്രഷ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻക്രിമെന്റ് ആണ് കേട്ടോ. നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഇൻക്രിമെന്റ് നമുക്ക് ഇയർലി ഇൻക്രിമെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ റീഫ്രഷ്മെന്റ് ബെനിഫിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ഇൻക്രിമെന്റ് കാര്യങ്ങൾ കൊടുക്കാം. ഇൻക്രീസിംഗ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. നല്ല ടാലന്റ് ആയിട്ടുള്ള എംപ്ലോയീസ് നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഓർഗനൈസേഷനിൽ പ്രൊഡക്ടിവിറ്റി നല്ലൊരു അക്യൂർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പ്രോപ്പർ ടൈം മാനേജ്മെന്റ് ആൻഡ് അൺട്രെയിൻഡ് ആൻഡ് അൺസ്കിൽഡ് വർക്ക് ഫോഴ്സ് ലീഡ്സ് ടു വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് കമ്മിറ്റിംഗ് ഓഫ് എറേഴ്സ് വിച്ച് ഈസ് കോസ്റ്റ് എഫക്റ്റീവ്. ഇനി സപ്പോസ് നമ്മളുടെ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസ് അൺട്രെയിൻഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ്, അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ആണെങ്കിൽ അവര് നമുക്ക് കുറച്ചും കൂടി കോസ്റ്റ്ലി ആണ്. കാരണം അവര് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. നമുക്ക് പ്രോപ്പർ ആയിട്ട് ടൈം മാനേജ്മെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അൺട്രെയിൻഡും അൺസ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അത് വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് മണിയാണ്. നമുക്ക് വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് ആണ്. അതിന് വേണ്ടത് ട്രെയിൻഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെയാണ്. നമുക്കൊരു വർക്ക് ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തി ആ വർക്ക് ചെയ്യുന്നതും ആ ഒരു വ്യക്തിനെ നമ്മൾ വർക്ക് ചെയ്ത് പഠിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഒത്തിരി റിസ്ക് ആണ് അൺട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യാനും നമുക്ക് വരുന്നത്. കാരണം അവരെ വീണ്ടും നമ്മൾ ആ വർക്ക് പറഞ്ഞു കൊടുക്കണം. മേ ബി നമ്മുടെ പ്രൊഡക്റ്റിൽ ഒരുപാട് വേസ്റ്റേജ് വരും, നമ്മുടെ ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യും, മേ ബി അവര് ക്വിറ്റ് ചെയ്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രോപ്പർ ആയിട്ട് നമുക്ക് ടാലന്റ് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റില്ല. പ്രോപ്പർ ടൈം മാനേജ്മെന്റും എന്താണ് ടാലന്റ് മാനേജ്മെന്റ് ഫങ്ഷൻ ആണ്. Retain talented and high performing employees. നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ്, നല്ല ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള എംപ്ലോയീസ് നമ്മുടെ സ്ഥാപനത്തിൽ നിലനിർത്താനായിട്ട് ശ്രമിക്കണം, റീറ്റെയിൻ ചെയ്യണം. അവരാണ് ശരിക്കും ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ് ഒരു സ്ഥാപനത്തിന്റെ അസറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ടാലന്റഡ് എംപ്ലോയീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ അസറ്റ്സ് ആയിട്ട് ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആയനെ. പക്ഷെ നമ്മളത് മണിയിൽ മെഷർ ചെയ്യില്ലല്ലോ. അപ്പൊ നമ്മൾ ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നിലനിർത്തണം. അതേപോലെ ഹൈ പെർഫോമിംഗ് എംപ്ലോയീസ്, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ റിറ്റെയിൻ ചെയ്യണം. എൻഷുറിംഗ് ഗ്രോത്ത് ആൻഡ് ഇന്നോവേഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. നല്ല രീതിയിൽ ഗ്രോത്തും ഇന്നോവേഷൻസും നമ്മുടെ ഓർഗനൈസേഷനിൽ നല്ലൊരു ഇന്നോവേഷനും ഗ്രോത്തും എൻഷുർ ചെയ്യണം. ഡെവലപ്പിംഗ് ദ സ്കിൽസ് ആൻഡ് കോമ്പിറ്റൻസി ഇൻ എംപ്ലോയീസ്. നമ്മുടെ എംപ്ലോയീസിന്റെ സ്കിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും
കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് നമ്മുടെ ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസിന്റെ കോമ്പിറ്റൻസി സ്കിൽസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. ഇത്രയും ഫങ്ഷൻസ് ആർക്ക് പെർഫോം ചെയ്യാനുണ്ട്? ടാലന്റ് മാനേജ്മെന്റ് പെർഫോം ചെയ്യാനുണ്ട്. ആദ്യം നമ്മൾ എന്താണ്, ഹൈ പെർഫോമൻസ് വർക്ക് ഫോഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള, നല്ല കോമ്പിറ്റന്റ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ അട്രാക്ട് ചെയ്യണം. പിന്നെ അവരെ നമ്മുടെ സ്ഥാപനത്തിൽ റീറ്റെയിൻ ചെയ്യണം. പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നമ്മൾ അവരെ റീറ്റെയിൻ ചെയ്യണം. പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യണം. ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യണം. പ്രോപ്പർ ആയിട്ടുള്ള ടൈം മാനേജ്മെന്റ്, ടാലന്റ് മാനേജ്മെന്റ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് ടൈം മാനേജ്മെന്റ്. ബട്ട് സ്കിൽഡ് ആൻഡ് ട്രെയിൻഡ് എംപ്ലോയീസിനെ യൂസ് ചെയ്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ടൈം മാനേജ്മെന്റ് കണ്ടക്ട് ചെയ്യാം. പ്രോപ്പർ ആയിട്ട് നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. റിറ്റെയിൻ ടാലന്റഡ് ആൻഡ് ഹൈ പെർഫോമിംഗ് എംപ്ലോയീസ്. നമ്മുടെ സ്ഥാപനത്തിൽ ടാലന്റ് ആയിട്ടുള്ള ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നിലനിർത്തണം. എൻഷുറിംഗ് ഗ്രോത്ത് ആൻഡ് ഇന്നോവേഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷനിലെ ഗ്രോത്തും ഇന്നോവേഷൻസും ഒക്കെ ഉറപ്പ് നൽകണം. ഡെവലപ്പിംഗ് സ്കിൽസ് ആൻഡ് കോമ്പിറ്റൻസി ഇൻ എംപ്ലോയീസ്. നല്ല കോമ്പിറ്റന്റ് ആൻഡ് സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്യാം. അതിനുശേഷം സ്കിൽസ് കുറവാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഡെവലപ്മെന്റ്സും കാര്യങ്ങളും ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ബെസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസ്, നല്ല കോമ്പിറ്റന്റ് ആയിട്ടുള്ള നല്ല കഴിവുള്ള എംപ്ലോയീസിനെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ടാലന്റ് മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു ചാർട്ട് ഉണ്ടോ, ഈ ഒരു ചാർട്ടിൽ ഓരോന്നും വായിക്കണം. അത് ഓരോ പോയിന്റ് ആണ്. നമുക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളത് എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല, പക്ഷെ നിങ്ങളത് വായിക്കണം കേട്ടോ. ഓക്കെ, നല്ല രീതി അതൊന്ന് പോയിന്റ്സ് കണക്ട് ചെയ്ത് വായിക്കണം. അത് മനസ്സിലാവുന്നുണ്ടോ നോക്കണം. ദെൻ ബേസിക് ഫങ്ഷൻസ്, ടാലന്റ് മാനേജ്മെന്റ് ബേസിക് ഫങ്ഷനും കൂടി വായിക്കുക കേട്ടോ. ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് നോക്കിയിട്ട് വരാം. അല്ലെങ്കിൽ ഒരു പോർഷൻസ് തരണോ? നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് ഇത്രയും വരെ നോക്കിയിട്ട് വരാൻ പറയണോ? അത് മതി മിസ്സേ.
ഒരു പോർഷൻ തന്നാൽ മതി, എന്നിട്ട് അത് നോക്കിയിട്ട് വരാൻ പറഞ്ഞാൽ മതി. ഓക്കേടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ റിക്രൂട്ട്മെന്റ് ഉള്ളത് തരാം. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പോർഷൻ നോക്കിയിട്ട് വരണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് റിക്രൂട്ട്മെന്റ് വരെ, എന്നിട്ട് സെലക്ഷന് തൊട്ട് മുമ്പുള്ള വരെയുള്ള പോർഷൻസ് നിങ്ങൾ നോക്കിയിട്ട് വരാം. മേ ബി എനിക്ക് തോന്നുന്നു 2-3 മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. 2-3 മോക്ക് ടെസ്റ്റ് നല്ല രീതിയിൽ നോക്കിയിട്ട് വരാം. ഓക്കെ, നന്നായിട്ട് മോക്ക് ടെസ്റ്റ് നോക്കാം, കാര്യങ്ങൾ നല്ല രീതിയിൽ റീഡ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. കാരണം എനിക്കറിയാം നല്ല സ്പീഡിലാണ് പോർഷൻ എടുത്തത്, എന്നാലും നമുക്കൊരു റിവിഷൻ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ അതൊന്ന് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് നോക്കിയിട്ട് വരാം. റിക്രൂട്ട്മെന്റ്, ഇമ്പോർട്ടൻസ് ഓഫ് റിക്രൂട്ട്മെന്റ് വരെ നോക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, ഞാൻ ക്ലാസ് കഴിഞ്ഞൊക്കെയാണ്. നെക്സ്റ്റ് ഒരു പോർഷൻ ഉണ്ട്, പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ കംപ്ലീറ്റ് ആവില്ല. കണ്ടിന്യൂഷനും കിട്ടണം നമുക്ക്. അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. മാനേജ്മെന്റ്, ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോ താങ്ക് യു ഓൾ. റിവിഷന്റെ കാര്യം ആരും മറക്കണ്ട, നല്ല രീതിയിൽ റീഡ് ചെയ്ത് നോക്കാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഫ്രൈഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ഒരു റിവിഷൻ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. Thank you, miss. Thank you, miss.